ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പോൾ ഗൈസ്, ഞാനുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് വെന്യൂലാണ്. ഞാനിന്ന് ഒരു കിരീടം അണിയാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാരിച്ച കിരീടമാണത്. അപ്പോൾ ആ കിരീടം അണിയുന്നതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. അപ്പോൾ അതെന്താണ് കിരീടം എന്നുള്ളതൊരു സസ്പെൻസാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സ്ഥലം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താ സംഭവം. ഇതന്നെ വീട്. അത് ശരി, നൈസ്. മന്ദം മന്ദം ഞങ്ങൾ നടന്ന് എത്തിയിരിക്കുന്നത് ഒരു ഏട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അസീസ് മാഷിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഏട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ JCIൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫ്ലോറിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഹിതേഷ് ജെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ JCIയിലുള്ള എല്ലാവരുടെയും പ്രിയങ്കരനായൊരു നേതാവ് കണ്ട ആ നീണ്ടു നിൽക്കുന്ന ആ നേതാവ് അദ്ദേഹത്തിൻ്റെ വകയായിട്ട് എന്താണ് ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും കാലാണി കാണിക്കണമെന്ന് വിചാരിക്കുന്നത്. നിങ്ങളിപ്പോൾ നോക്കേണ്ടത് ആ ടൈൽസിലേക്കാണ്. അപ്പോൾ ഈ ടൈൽസ് നമ്മുടെ ഹിതേഷ് ജെയിനാണ് കൊടുത്തിരിക്കുന്നത്. ഹിതേഷ് ജെയിൻ ആക്ച്വലി ഒരു ബിസിനസ് മാൻ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്ലോറിങ് ടൈൽ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഉദാര മനസ്കനായതുകൊണ്ട് ഇവിടെയുള്ള ഇയാൾക്ക് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ഇപ്പം JCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് മാത്രമല്ല. അപ്പോൾ എന്നെയൊക്കെ അറിയുന്ന ആളുകൾ വിചാരിക്കും ഓക്കെ ഇത് ട്രെയിനിങ് മാത്രമാണ്. അത് മാത്രമല്ല, സർവീസും കൂടിയാണ്. സർവീസ് ടു ഹ്യൂമാനിറ്റി ആണ് മെയിനായിട്ടുള്ള സംഭവം. അപ്പോൾ ഇതാണ് ആ ഏട്ടൻ കേട്ടോ. അപ്പോൾ ആ ഏട്ടൻ എന്താണെന്നറിയോ, തിരിയൊക്കെ കൊളുത്തിയിട്ട് ഹിന്ദു ആചാരപ്രകാരം ഉദ്ഘാടനം ചെയ്യണം. ആക്ച്വലി ഇത് ഹിന്ദു ആചാരമാണെന്ന് പറഞ്ഞുകൂടാ. എല്ലാ ആളുകളും ഒരു തിരി കൊളുത്തിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യാന്നൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ആക്ച്വലി ആചാരം ഹിന്ദുസിൻ്റെയാണ്, ബട്ട് സ്റ്റിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ JCIൻ്റെ ഭാഗമായിട്ട് ഇതാ തിരിയൊക്കെ കൊളുത്തിട്ടോ. ഞാനൊക്കെ ബാക്കിലായിരുന്നു ഗൈസ്, ഫോട്ടോയിലൊന്നും ഞാൻ പെട്ടിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ആ ധന്യ മുഹൂർത്തം അങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് കിട്ടേണ്ട ഗുണപാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരുമ്പോൾ കൂടെ ഉള്ളവരെയും വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഗൈസ് നല്ല മനസ്കതയുള്ള ഞാനൊക്കെ JCIയിൽ നിൽക്കുന്നത്. ഈ നല്ല മനസ്കത ഉള്ളവരൊക്കെ ഒരുമിച്ച് കൂടുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ നല്ല മനസ്കതയുള്ള ആളുകളുടെ കൂടെ കൂടിയിട്ട് നല്ല മനസ്കത കുറച്ചും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ഞാനൊക്കെ JCIയിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ബംഗ്ലാവാണ് അസീസ് മാഷിൻ്റെ ബംഗ്ലാവ് കേട്ടോ. അപ്പോൾ ആ ബംഗ്ലാവിലേക്കായിരുന്നു നമ്മളൊക്കെ പോയി ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയത്. പിന്നെ ഗൈസ്, ഇന്ന് JCIൻ്റെ നോയമ്പ് തുറയും ഇൻസ്റ്റലേഷനും കൂടിയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ആ കിരീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിരീടം ഞാൻ ഇപ്പോഴൊന്നും സസ്പെൻസ് പൊളിക്കൂല. ഒരു കിരീടം എൻ്റെ തലയിൽ ഇന്ന് വെച്ച് തരുന്നുണ്ട്. ഒരു 1.5 കിരീടമാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ വെട്ടത്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ വെച്ചിട്ടാണ് നമ്മുടെ നോമ്പുതുറയും. ബാങ്കിലല്ലേ ഗൈസ്, ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ നോമ്പുതുറയും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റലേഷൻ പരിപാടി. നോമ്പുതുറ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നോമ്പ് നോറ്റ് കൊഴിഞ്ഞിട്ട് ആദ്യം നോമ്പുതുറ മനസ്സിൽ, അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റലേഷൻ എന്നാണ്. കാരണം നോമ്പ് നോറ്റാണ് ഗൈസ് ഈ പെടാപ്പാട് പെടുന്നത്, ഈ വെയിലത്ത് കൂടെ ഇങ്ങ് നടക്കുന്നത്. പിന്നെ സംഘടനയോടുള്ളൊരു സ്നേഹവും സംഘടനയോടുള്ളൊരു കൂറും സംഘടനയോടുള്ളൊരു മമതയൊക്കെയാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അസീസ് മാഷിൻ്റെ വൈഫ് ഖദീജ ടീച്ചറാണ് കേട്ടോ. ടീച്ചർ ഗസ്റ്റിനുള്ള ഗിഫ്റ്റുകളെല്ലാമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അസീസ് മാഷിന് ഒരു കാര്യപ്പെട്ട പണിയാണ്. ആ പണി എന്താണെന്ന് നമുക്ക് ആക്ച്വലി നോക്കാം. അസീസ് മാഷി പറഞ്ഞു, ഞാൻ പിഷ്കനാണെന്ന് ആർക്കും തോന്നണ്ട, അതുകൊണ്ട് ഇഷ്ടം പോലെ ട്രോഫികൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അസീസ് മാഷ് ആക്ച്വലി ഒരു ചില്ലറക്കാരനല്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസീസ് മാഷ് ഒരു ചില്ലറ മാനല്ല, ഒരു 1.5 മാനാണ്. കാരണം കഴിഞ്ഞ വർഷം JCI പൂങ്കാവനം വെട്ടത്തൂരിനെ ഉയരത്തിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ്. സോണിലെല്ലാം അങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സോണല്ലേ ഗൈസ്, വെട്ടത്തൂർ പൂങ്കാവനം വെട്ടത്തൂർ ഇപ്പോൾ സോണിലൊക്കെ തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ നാറ്റ്കോണിനൊക്കെ സാറിന് അസീസ് മാഷിന് എന്തൊക്കെയോ ട്രോഫി അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 100% എഫിഷ്യൻസി അവാർഡൊക്കെ ഏറ്റുവാങ്ങി നമ്മുടെ ലോമിലേക്ക് കൊണ്ടുവന്നതാണ്. പിന്നെ അസീസ് മാഷിനെ കഴിഞ്ഞ വർഷം സഹായിച്ചിട്ടുള്ള ചില മഹത് വ്യക്തിത്വങ്ങളുണ്ട്. ആ മഹത് വ്യക്തിത്വങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രോഫികളാണ് ഇവിടെ ആക്ച്വലി വെച്ചിട്ടുള്ളത്. പിന്നെ എല്ലാത്തിലും മെയിനായിട്ട് വലിയ ഫോട്ടോ അസീസ് മാഷിൻ്റെ ആണെന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ എനിക്കൊക്കെ കിട്ടിയ ട്രോഫിക്കകത്തെ എന്നെ ചെറുതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാനത് വിട്ടുകൊണ്ടെന്ന് വെച്ചപ്പോൾ ഇത് അസീസ് മാഷിൻ്റെ ഫോട്ടോ ആണല്ലോ എന്ന് പറഞ്ഞു എന്നോട്.
അപ്പോൾ സത്യത്തിൽ എന്താണെന്നറിയോ, പ്രസിഡൻറ്റിൻ്റെ ഹൈലൈറ്റ് ആണ്, പ്രസിഡൻ്റ് ആണല്ലോ ഈ ഗിഫ്റ്റ് തരുന്നത്, അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഹൈലൈറ്റ്. എന്തായാലും അസീസ് മാഷിന് കിടക്കട്ടെ ഇന്നത്തെ കുതിരപ്പവൻ. ഞാൻ ഇത്രയും പേരെ ഒരുമിച്ച് ചേർത്തി കൊണ്ടുപോയി ഒരു എന്താ പറയുക, ഒരു ഇനാക്റ്റീവായിരുന്ന ഒരു ലോ എന്നൊക്കെ പറഞ്ഞാൽ ലോക്കൽ ഓർഗനൈസേഷൻ, JCI വെട്ടത്തൂർ ലോക്കൽ ഓർഗനൈസേഷന് ഉയരങ്ങളിലെത്തിച്ച് ഗൈസ്. ആ കണ്ണടക്കാരി ഞാനുണ്ട്. അപ്പോൾ ലാസ്റ്റ് വെച്ച കണ്ണടക്കാരി ഉണ്ടല്ലോ, എനിക്ക് കിട്ടാനുള്ളതാണ് ഗൈസ്. അതൊക്കെ കണ്ട് മനസ്സിലാക്കൂ എൻ്റെ ആത്മാർത്ഥതയ്ക്ക്, അതുപോലെ തന്നെ എൻ്റെ പ്രസരപ്പിന് ഒക്കെ കിട്ടുന്ന പ്രൈസാണ്. ഒന്നും തോന്നരുത്, ഞാൻ എന്നെ പൊക്കിയിട്ടില്ല, വേറെ ആരും എന്നെ പൊക്കൂല. അതൊക്കെയാണ് ഗൈസ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി കാണാം ഗൈസ്. ഒന്നതിലേക്ക് നോക്കൂ. ഹായ് പറയൂ. ഹലോ. ഇപ്പം ആ ഹായ് പറഞ്ഞ ലേഡിയാണ് നമ്മുടെ സോൺ പ്രസിഡൻറ്റ് PPP ചിത്ര. എത്ര പി ഉണ്ട് തന്നെ? 3 PPP ചിത്ര. അതായത് ഈ PPP ഒക്കെ അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള അവാർഡുകളാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ JC ഷാക്കിറാം, ലോക്കലാണ് എൻ്റെയൊക്കെ പേര്. പക്ഷേ PPP ചിത്ര എന്നൊക്കെ പറയുമ്പോൾ എത്രയോ ഡൊണേഷൻ, 6 ലക്ഷത്തിന് മുകളിൽ ഡൊണേഷനൊക്കെ കൊടുത്തതുകൊണ്ടാണ് ആ ഒരു പേര് വന്നിരിക്കുന്നത്. കണ്ടോ ഗൈസ്, JC ഷാക്കിർ അബ്ദുൽ ഖാദർ. എന്നെ ഒന്ന് കണ്ടിട്ട് മനസ്സിലാവണം. എന്നോട് ചോദിച്ചാൽ ഇതാണോ നീന്ന്? ഒരു കുലബന്ധം പോലും ഇല്ലല്ലോ നിന്നെ ഈ ഫോട്ടോയിലും കാണാനെന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എന്താണെന്നറിയും, ബൈക്കിലിരിക്കുന്ന ഒരു ലുക്കുള്ള ഫോട്ടോ വരുന്നത്, അത് അസീസ് മാഷ് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ബൈക്ക് ഒഴിവാക്കിയിട്ട് ഫേസ് മാത്രമാക്കിയപ്പോൾ ഒരു എന്താ പറയുക, അങ്ങനെ വേറൊരു എന്തൊക്കെയോ ഒരു സംഭവമായിരുന്നു. ഇത് നമ്മുടെ ZVP ആണ്. ZVP എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൺ വൈസ് പ്രസിഡൻറ്റ്. അപ്പം സോൺ പ്രസിഡൻറ്റ് ചിത്ര ചേച്ചിയാണ്. ഇതൊക്കെ ZVPന്റെ ഡ്യൂട്ടിയാ? ഈ സാധനങ്ങളൊക്കെ ഈ സാധനം ശരിക്കും ZVPന്റെ ഡ്യൂട്ടി അല്ല. പിന്നെ ആയിരുന്നു ഈ വർഷമില്ല. പക്ഷെ എന്താ വെച്ചാൽ ഇവിടെ സാധനം ഇല്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ കൊണ്ടുവന്നതല്ലേ. ഗസ്റ്റ് ഓഫ് ഓണർ. സെക്രട്ടറി. ഇതൊക്കെ കാലൊടിഞ്ഞിട്ടുണ്ടല്ലോ ഇതിന്റെ. ഒറ്റക്കാലം. ആത്മാർത്ഥവാനായ ഒരു ZVPനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ആസിഫ് ജി എനിക്ക് നേരത്തെ അറിയാം കേട്ടോ. കാരണം നമ്മൾ പ്രീ ZTWS ഒരുമിച്ചായിരുന്നു, ഒരേ അംഗത്തിൽ പോരാടിയ ആളുകളാണ് ഞാനും ആസിഫ് ജിയൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര പ്രാസംഗികനാണ്. നമ്മളൊക്കെ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇമാതിരി കുണാൻഡ്രിഫിക്കേഷൻസൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന ആസിഫ് ജിയാണ് കേട്ടോ, പ്രോഗ്രാം ഡയറക്ടർ ചെയർമാൻ. ആക്ച്വലി ഈ JCI ഒക്കെ ഒരു കറക്റ്റ് ഡെക്കോറുണ്ട്. ആ ഡെക്കോറത്തിനനുസരിച്ച് മാത്രമേ പരിപാടികൾ നടക്കുള്ളൂ. അപ്പോൾ ഈ ഒഴിഞ്ഞ സീറ്റുകൾ കണ്ട് നിങ്ങളാരും ഞെട്ടണ്ട. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആളുകൾ വന്നു തുടങ്ങും. എന്നിട്ട് വേണം നമ്മുടെ പ്രോഗ്രാം ലാവിഷായിട്ട് അങ്ങോട്ട് തുടങ്ങാൻ. എവിടെ എൻ്റെ അപ്പ? അതെൻ്റെ അപ്പേ? മൈ ഡിയർ ഗോയ്സ്, ആ പാത്തുമ്മ വന്നപ്പോൾ മുതലുള്ള അപ്പാനെ പോയി തോണ്ടൽ തുടങ്ങിയത് ഏതിലെ ഫ്ലെസ്കിൽ പോയിട്ട്. ഫ്ലെസ്ക് എന്നൊക്കെ ഞാൻ പറയും, ഫ്ലെക്സ് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഫ്ലെസ്കിൽ പോയിട്ട് ഇങ്ങനെ തോണ്ടുവളപ്പിച്ച് പ്രൗഡ് മൊമെൻ്റാണ് കുട്ടികൾക്കൊക്കെ. എനിക്കൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു, ഭയങ്കര പ്രൗഡ് മൊമെൻ്റ്. എൻ്റെ ഉമ്മച്ചിൻ്റെ വാപ്പച്ചിൻ്റെ ഒക്കെ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഞെളിഞ്ഞ് പിരിഞ്ഞ് നടക്കും, അത്രയും ഇഷ്ടമാണ്. അങ്ങനെ ചെറിയ മട്ടത്തിലൊക്കെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വെട്ടത്തൂർ ലോക്കൽ ഓർഗനൈസേഷൻ. അപ്പം നിങ്ങൾ വലിയ കുറേ പ്രതീക്ഷകളൊന്നും വേണ്ട, ഉള്ള ആളുകൾ തന്നെ 10 ആൾക്ക് കണക്കാണ്. കാരണം അത്രയും പ്രഗത്ഭരാണ് വെട്ടത്തൂർ ലോമിനകത്തുള്ളത്. അപ്പോൾ അവരങ്ങോട്ട് ഒരു 10-15 ആളുകൾ ഒരാൾക്ക് പകരം എന്നങ്ങോട്ട് കരുതിയാൽ മതി. പിന്നെ ഒരു ചെറിയ ലോമായതുകൊണ്ട് അതിൻ്റെ ചെറിയ പരാധീനതകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. എല്ലാവരും സ്റ്റേജിലേക്ക് വിളിച്ച് കയറ്റുന്ന ഒരു പ്രോഗ്രാമുണ്ട്, പെജൻട്രി. അത് ഞാനാ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞതിനനുസരിച്ച് ഓരോരുത്തർ അങ്ങനെ വന്നു. പിന്നെ അവരുടെ റൂളിനനുസരിച്ച് ഇങ്ങനെ ഇരിക്കും. ചെയർമാനാണ് എല്ലാ പരിപാടിയുടെയും മെയിൻ ഉസ്താദ് എന്ന് പറഞ്ഞാൽ. ആ ഉസ്താദിനെ കഴിഞ്ഞിട്ടുള്ള വേറെ ആരും. അപ്പോൾ ചെയർമാൻ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ചെയർമാൻ ഇപ്പോൾ അസീസ് മാഷാണ്. അസീസ് മാഷ് സ്ഥാനം ഒഴിഞ്ഞിട്ട് പുതിയ പ്രസിഡൻറ്റും പുതിയ സെക്രട്ടറിയൊക്കെ സ്ഥാനം ഏറ്റെടുക്കുകയാണ് ഗൈസ്. എനിക്കൊക്കെ ഒരു 1.5 സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ തലയിലൊരു വലിയ കിരീടം വന്ന് വീഴുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ കിരീടമൊക്കെ നിങ്ങൾക്ക് കാണാം. വെയിറ്റ് സസ്പെൻസാണ്, വെയിറ്റ് ചെയ്യുക, ലാസ്റ്റ് വരെ കാണാം. ഒരു വലിയ മാല നമ്മുടെ അസീസ് മാഷിൻ്റെ കഴുത്തിൽ വീഴാൻ പോവുകയാണ്. ഓൾറെഡി ഒന്ന് വീണതാണ്, ഇത് 2ാമത്തെ മാല. JCI created a mission. Please everybody to stand. JCI we believe that faith in God gives meaning and purpose to human life. That
the brotherhood of man transcends the sovereignty of nations. അങ്ങനെ ഗോയ്സ് നമ്മുടെ പ്രോഗ്രാം ഇതാ തുടങ്ങിയിരിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാല എന്ന് ഉദ്ദേശിച്ചത് ഖദീജ ടീച്ചർക്ക് അസീസ് മാഷ് ഇട്ട് കൊടുത്ത മാലയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്താണെന്നറിയും, ഞാനിങ്ങനെ ഐറോണിക്കലി വ്ളോഗ് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും പൊങ്കാലിടാനൊന്നും വരരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്, എന്നോട് ഫൈക്കാക്കും. അതായത് എൻ്റെ കണാവൻ, എൻ്റെ കെട്ടുവൻ എപ്പോഴും പറയും, നീ എവിടെ പോയി പരിപാടി അവതരിപ്പിച്ചാലും ഫ്ലോപ്പാണല്ലോ എന്ന് പറയും. അതാണ് അവസ്ഥ. തമാശയിൽ പറയണം കേട്ടോ. എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം എൻ്റെ കെട്ടിയോൻ തന്നെയാണ്, അത് വേറെ കാര്യം. അങ്ങനെ ഗൈസ് നമ്മുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസീസ് മാഷ് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞ വർഷം എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തതെന്നൊക്കെ. അപ്പം എന്നെക്കുറിച്ചൊക്കെ കുറേ പറയാനുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ എസ്പിത്തരാവുന്നുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം മിണ്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഒരു മെയിൻ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനും അസീസ് മാഷും കഴിഞ്ഞ വർഷം പ്രൊവിഷണൽ സോൺ ട്രെയിനേഴ്സായി എന്നുള്ളതാണ്. അതായത് ഇനിയിപ്പം കുറച്ച് അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ സോൺ ട്രെയിനേഴ്സായി മൈ ഡിയേഴ്സ്. അങ്ങനെയൊക്കെ. പിന്നെ നമ്മുടെ അവാർഡ് ദാന ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസീസ് മാഷ് ഓരോരുത്തരായി വിളിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സപ്പോർട്ടിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ വർഷത്തെ പ്രസിഡന്റ് സുഹൃത്തും എൻ്റെ എല്ലാ വിഷയമായിട്ടുള്ള മജീദ് മാഷ്, അദ്ദേഹത്തെ ഞാൻ ആദരവോടും എൻ്റെ ഒരു സ്റ്റേജിൽ ക്ഷണിച്ചു. അസീസ് മാഷ് വന്ന് 1 മണിക്കൂർ കൊണ്ട് അടുക്കി വെച്ച ട്രോഫീസാണ്. അത്രയും ട്രോഫീസ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ ഓരോരുത്തരായിട്ട് കഴിഞ്ഞ വർഷത്തെ സെക്രട്ടറി, അതിൻ്റെ മുന്നത്തെ വർഷത്തെ പ്രസിഡൻറ്റ്, അങ്ങനെ ഓരോരുത്തർക്ക് അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ കമൻഡബിൾ തിങ് ആണ് കേട്ടോ. അത്രയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഈ എളിയവളായി എനിക്കും ഉണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ വർഷം ഞാൻ എന്തൊക്കെയോ ചെറിയ സപ്പോർട്ടൊക്കെ അസീസ് മാഷ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ ഒരുമിച്ച് കുറേ ട്രെയിനിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്ലസൻട്രി എന്നുള്ള രീതിയിൽ എനിക്കും അവാർഡ് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ PD നമ്മുടെ ജംഷീദ് കാക്കുണ്ട് അവാർഡ്. PD എന്ന് വെച്ചാൽ പ്രോഗ്രാം ഡയറക്ടർ. നമ്മുടെ എല്ലാവരുടെയും പരിപൂർണ്ണ പിന്തുണയിൽ മാത്രമേ നമ്മുടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാ പിന്തുണയും കണ്ടെത്തും. അങ്ങനെ അസീസ് മാഷ് മൈക്കിനോട് വിട പറഞ്ഞ് പോയി സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ ഓരോ ഗസ്റ്റുകളെ, ചീഫ് ഗസ്റ്റുകളെ, പിന്നെ അതുപോലെ തന്നെ ZVPനെ, പിന്നെ ഗസ്റ്റ് ഓഫ് ഓണറിനെ, ഇവരെല്ലാവരും വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയണം. അതൊക്കെ JCIയിലുള്ള ഓരോ സംഭവങ്ങൾ, അത് നമ്മൾ അതുപോലെ തന്നെ പറയണം. ഞാൻ പറഞ്ഞില്ല, JCI എന്ന് പറഞ്ഞ ഒരു സ്ട്രിക്റ്റ് ഓർഗനൈസേഷൻ, അതിൻ്റെ ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഞാൻ ഒന്നും പറയണില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓത്ത് ടേക്കിംഗ് സെറിമണിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അസീസ് മാഷ് ഇട്ടുകൊടുത്ത മാല ഇനി മുതൽ നമ്മുടെ അസ്ലം മാഷിൻ്റെ സ്വന്തം. അസ്ലം മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മാഷാണ്. അദ്ദേഹമാണ് ഈ വർഷത്തെ നമ്മുടെ ലോയിൻ്റെ പ്രസിഡൻറ്റ്. അപ്പോൾ ആ പ്രസിഡൻറ്റ് സ്ഥാനമേറ്റെടുക്കുന്ന ചടങ്ങാണ് ഇൻസ്റ്റലേഷൻ സെറിമണി എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇനി എന്താ ഇൻസ്റ്റലേഷൻ സെറിമണി എന്ന് ചോദിക്കരുത്, അത് ഞാൻ പറഞ്ഞു തരാണ്. അതായത് പുതിയ പ്രസിഡൻറ്റും അതുപോലെ തന്നെ മെമ്പേഴ്സും ചാർജ് എടുക്കുന്നതാണ് ഈ ഒരു സംഭവം. അപ്പോൾ നമ്മൾ അസ്ലം മാഷ് വളരെ എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റോട് കൂടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വിളിച്ചാൽ കിട്ടാത്ത പ്രസിഡൻറ്റിൽ നിന്നും പിടിച്ചാൽ കിട്ടാത്ത പ്രസിഡൻ്റായി ഞാൻ മാറുമെന്നൊക്കെ അദ്ദേഹം നമ്മൾക്ക് മോഹന വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. അത് മോഹനമാണോ സത്യമാണോ എന്നുള്ളത് കണ്ടറിയാം. പക്ഷേ അസ്ലം മാഷ് ഒരുപാട് ഐഡിയോളജിക്കുള്ളിലുള്ള മനുഷ്യനാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ലോമ് ആദ്യത്തേതിനേക്കാൾ ഒരു പടിയെങ്കിലും മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മുടെ അസീസ് മാഷ് മാറി ഇപ്പോൾ ചെയർമാൻഷിപ്പ് ആരൊക്കെ എത്തിയിട്ടുണ്ട്? നമ്മുടെ അസ്ലം മാഷ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അസ്ലം മാഷാണ് ഇപ്പം ബാക്കി ഫ്ലോർ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെയുള്ള ഓരോ സംഭവങ്ങൾ അസ്ലം മാഷ് എന്നെ ഓരോന്നിങ്ങനെ പറയണം. അപ്പം അസീസ് മാഷ് സ്ഥാനം മാറി IPP ആയി. IPP എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ്. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു കുണാൻട്രിഫിക്കേഷൻ സംഭവം ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെക്രട്ടറി ആയിട്ട് സ്ഥാനമേറ്റു ഗൈസ്. ഞാൻ വിചാരിച്ചെന്താ ഒരു പണി ഉണ്ടാവില്ല സെക്രട്ടറിക്ക് എന്ന്. പക്ഷെ കുറേ പണികളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 1.5 കിരീടമാണെന്ന് പറഞ്ഞത്. അതാ faithfully execute the office of the LGD of JCI Pukawan Batator and will to the best of my ability
ഇത് ബാക്കിയുള്ള ലോ മെമ്പേഴ്സിൻ്റെ, അതായത് LGB മെമ്പേഴ്സിൻ്റെ, ലോ ഗവേണിംഗ് ബോഡി മെമ്പേഴ്സിൻ്റെ മൊത്തത്തിലുള്ളൊരു ഓത്ത് ടേക്കിങ്. അതിൽ ആ നടുവിലിരിക്കുന്ന പച്ച ചുരിദാരുകാരി സെക്രട്ടറി, പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ട്രഷറർ, പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ പ്രോഗ്രാം ഡയറക്ടറാണ്, പക്ഷെ എന്നാലും LGBയിലുള്ള ആളാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആൾ LGBയിലുള്ള ആൾ, ഇപ്പുറത്ത് ഇരിക്കുന്ന ആൾ ട്രെയിനിങ് ഓഫീസർ. അങ്ങനെ എല്ലാവരും LGB 1 2 3 4 5 5 ആൾക്കാരെ LGBക്കാരെ ആക്ച്വലി നമ്മുടെ ഓത്ത് ടേക്കിംഗ് സെറിമണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇങ്ങനെ ഇപ്പോൾ ബാക്കിൽ നിന്ന് എത്തിയെന്ന്. അപ്പോൾ ഗൈസ് എനിക്ക് സ്റ്റേജിൽ സ്ഥാനം കിട്ടി ഗൈസ്. ഇപ്പോൾ മനസ്സിലായില്ലേ, വെട്ടത്തൂർ ലോമിൽ ചെറുതാണെങ്കിലും ഒരു ചെറുതാന സീറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ സ്റ്റേജിൻ്റെ ഏറ്റവും ബാക്കിലാണ്. സെക്രട്ടറിക്ക് സ്ഥാനം ബാക്കിലാണ് കേട്ടോ. പ്രസിഡൻ്റാണ് നമ്മുടെ ഒരു 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 എന്താ പറയുക, പ്രസിഡൻ്റാണ് ഒരു പ്രസ്ഥാനം JCIയിൽ. സെക്രട്ടറിയൊക്കെ പിന്നെ ബാക്കിൽ ലാസ്റ്റ്. പക്ഷേ പണി സെക്രട്ടറിക്കും അത്യാവശ്യം നല്ലോണം ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ അപ്പോൾ എന്തായാലും പിറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഈ സെക്രട്ടറി എല്ലാം കൊണ്ടും തയ്യാറായി നിൽക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ZVP സോൺ വൈസ് പ്രസിഡൻറ്റ് ആസിഫ് പുല്ലത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസിഫ് വേറെ ഒരു കുറച്ച് ദൂരമുള്ള ഒരു ലോന്നാണ് വരുന്നത്. പക്ഷേ ഇവരൊക്കെ ഡെഡിക്കേഷൻ സമ്മതിക്കണം കേട്ടോ. എത്ര തിരക്കിലാണെങ്കിലും നോമ്പ് നോറ്റിട്ടാണെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിലും എന്താണെങ്കിലും ഇവർ അവിടെ എത്തും എന്നുള്ളതാണ്. അതാണ് JCIൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. JCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സൗഹൃദങ്ങളാണ്, പിന്നെ ലീഡർഷിപ്പാണ്, പിന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കഴിഞ്ഞ ഒരുപാട് സോൺ ഇവന്റ്സ്, പ്രസിഡൻസ് മീറ്റ് ആവട്ടെ, ലോഡ്സ് ആവട്ടെ, എല്ലാ പ്രോഗ്രാംസിലും JCI പൂങ്കാവനത്തിന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആസിഫ് ജി ഇപ്പം നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ പ്രീ ZTWS ഒരുമിച്ച് അറ്റൻഡ് ചെയ്തത്. പ്രീ ZTWS എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, സോണിൻ്റെ തന്നെ ട്രെയിനിങ് വർക്ക്ഷോപ്പിൻ്റെ അതിന് തൊട്ട് മുന്നുള്ള ഒരു വർക്ക്ഷോപ്പാണ്. അതിലേക്ക് ആളുകളെ എക്വിപ്പ് ചെയ്യുന്ന വർക്ക്ഷോപ്പാണ് പ്രീ ZTWS. അപ്പം അതിനേക്കാളൊക്കെ നന്നായിട്ട് ഇപ്പോൾ പെർഫോം ചെയ്യാൻ ആസിഫിന് പറ്റുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഇത് നമ്മളെ കഴിഞ്ഞ വർഷത്തെ സെക്രട്ടറിയാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ കിരീടമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ മജീദ് മാഷാണ്. മജീദ് മാഷ് എന്ന് പറഞ്ഞാൽ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ഈ എന്തിനൊക്കെയോ കോച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ കറക്റ്റ് അറിഞ്ഞൂടെ, PSC ആണോ അതോ എന്താണ് LSS USS അങ്ങനത്തെ സംഭവം എനിക്ക് അറിഞ്ഞൂടെ. എന്നാലും ഗവൺമെൻറ് സർവീസിലുള്ള ആളാണ്. നെക്സ്റ്റ് നമ്മുടെ ഹിതേഷ് ജിയാണ്. ലുക്കിലല്ല കാര്യം, പെർഫോമൻസിലാണ് കാര്യം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിത്വം. ഇദ്ദേഹം രാജസ്ഥാനിയാണ്, പക്ഷെ മലയാളം നല്ല മണിയായിട്ട് പറയുന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം. പിന്നെ വളരെ നല്ല മനുഷ്യനാണ് കേട്ടോ, സൗമ്യനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഞാനൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിത്വമാണ് കേട്ടോ. ഒരു എന്താ പറയുക, കുലീനനാണെന്ന് പറയില്ല, കുലീനയായ സ്ത്രീ എന്ന് പറയുക. പക്ഷേ കുലീനനായ ഒരു പുരുഷനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ ഇപ്പം നാട്ടിൽ തന്നെ, ഇവിടെ പാലക്കാടാണ് ഇപ്പോൾ റിസൈഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. All our dreams can come true if we have the courage to pursue them. Good evening, ladies and gentlemen. This is the story of an ordinary lady who was empowered by a magical organization called JCI, who against all odds with great determination and perseverance and became the part of history while becoming the first ever lady zone president in the entire state of Kerala. മൈ ഡിയർ ഗോയ്സ്, എന്നിൽ കൽപ്പിക്കപ്പെട്ട കർത്തവ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ZP എന്ന് വെച്ചാൽ സോൺ പ്രസിഡൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു ലെങ്തി പേജ് ഉണ്ടായിരുന്നു. അത് മൊത്തം അങ്ങോട്ട് പറഞ്ഞ് ZPനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായോ എന്തോരോ. കാരണം ഫുള്ള് ഇംഗ്ലീഷിലായിരുന്നു. നമ്മുടെ വെട്ടത്തൂരുള്ള എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയൂട്ടോ, എല്ലാവർക്കും അറിയാം. നമ്മുടെ വെട്ടത്തൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോഗ്രസീവായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എനിക്ക് എന്തിനൊക്കെയോ പോലെ. അപ്പോൾ ഇത് ഇന്ന് പുതുതായിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകളാണ് കേട്ടോ. solemnly promise that I shall faithfully serve the purposes of. അവർക്ക് ഓത്തു ചൊല്ലി കൊടുക്കുന്നത് നമ്മുടെ ZP ആണ്. ഇവർ പുതുതായിട്ട് ഇപ്പം ലോമിൽ ജോയിൻ ആവാണ് കേട്ടോ, ലോക്കൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ, എന്നെ മെസ്സേജ് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ JCIയിലൊക്കെ ജോയിൻ ആവുക. അതിലൊക്കെ ജോയിൻ ആയാൽ നമ്മളെ സ്വഭാവം തന്നെ അങ്ങോട്ട് മാറുക. കൊക്കറ സ്വഭാവത്തിൽ നിന്ന് നല്ല മനുഷ്യത്വമുള്ള മനുഷ്യന്മാരോടൊക്കെ ഇടപഴകാൻ അറിയുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാം എന്നുള്ളതാണ് JCIൻ്റെ പ്രത്യേകത. പിന്നെ JCI എന്ന് പറയുന്നത് ഒരു ബൊഫേ സിസ്റ്റം ആണെന്ന് ZP ഇപ്പോഴാണ് പറഞ്ഞിറങ്ങിയിട്ടുള്ളൂ.
ബൊഫേ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സൗഹൃദം വേണ്ടവർക്ക് സൗഹൃദം എടുക്കാം, ട്രെയിനിങ് വേണ്ടവർക്ക് അതെടുക്കാം, ബിസിനസ് ഡെവലപ്മെൻറ്റ് വേണ്ടവർക്ക് അതെടുക്കാം, സോഷ്യൽ സർവീസ് വേണ്ടവർക്ക് അതെടുക്കാം. അങ്ങനെ ഫ്രീ ടൈം ആയിട്ട് ഒരു പാഷൻ എന്നുള്ള രീതിയിൽ പോകേണ്ട ആളുകൾക്ക് അങ്ങനെ എടുക്കാം. അങ്ങനെ മൊത്തത്തിൽ ഇതിനകത്ത് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ JCIൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ 5 സ്റ്റാർ പ്രോഗ്രാംസ് ആണ്. അപ്പോൾ അതൊക്കെ എടുക്കാം എന്നുള്ളതാണ്. The guest of honor, outstanding Sound Vice President of the 2023 year, and my dear Sound Vice President, assigned Sound Vice President. അപ്പം നമ്മുടെ ZP ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ, ദ പിടിച്ചാൽ കിട്ടാത്ത പ്രസിഡന്റ് ഓഫ് JCI പൂങ്കാവനം വെട്ടത്തൂർ 2024 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അസ്ലം മാഷി പറഞ്ഞപ്പോൾ വിളിച്ചാൽ കിട്ടാത്ത പ്രസിഡന്റിൽ നിന്നും പിടിച്ചാൽ കിട്ടാത്ത പ്രസിഡന്റായി മാറും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊരു വല്ലാത്തൊരു പ്രസ്താവനയായിരുന്നു. എല്ലാവരും അത് ഏറ്റുപിടിച്ച് പാടുന്നുണ്ട് എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഒരു വർഷം തീരുന്നത് വരെ അദ്ദേഹം അങ്ങനെയായിരിക്കും അറിയപ്പെടുന്നുണ്ടാവുക, ദ പിടിച്ചാൽ കിട്ടാത്ത പ്രസിഡന്റ് എന്ന്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇനി നെക്സ്റ്റ് ഓരോ പരിപാടികളൊക്കെയാണ് ഗൈസ്. കുറേ പേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈദ് തുറക്കൽ അതായത് എന്താണ് ഇഫ്താർ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ആളുകളൊക്കെ വന്ന് എത്തി തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ കിടാങ്ങളും എൻ്റെ കെട്ടിയവനും ഉമ്മയൊക്കെ വരാനുള്ളത്, അവരൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ നെക്സ്റ്റ് ഇതൊരു പരിപാടിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകൾ ആദരിക്കുക എന്നുള്ളതും JCIൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും ഇഷ്ടം പോലെ മോട്ടിവേഷൻ, ഇഷ്ടം പോലെ സ്നേഹം, ഇഷ്ടം പോലെ അക്സെപ്റ്റൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ കൂടിയാണ് JCI. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബൊഫേ സിസ്റ്റം ആരും മറക്കണ്ട. അപ്പോൾ ഇതെല്ലാം താല്പര്യമുള്ള ആളുകൾക്ക്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ്. നമ്മുടെ സ്വഭാവം അങ്ങോട്ട് മാറുമെന്നുള്ളതിൽ യാതൊരു ഒന്നും പറയാനില്ല. കാരണം നമ്മളെ സ്വഭാവം മാറും, നമ്മൾ സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ഹാപ്പിനെസ് ഹോർമോൺ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ സോഷ്യലൈസേഷനാണ്. സോഷ്യലൈസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിനെസ് ഹോർമോൺ ഇൻക്രീസ് ആകും. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഓർഗനൈസേഷനിലൊക്കെ ജോയിൻ ആവുക, ആളുകളുമായിട്ട് ഇടപഴകുക. ഇത് ഉമറുൽ ഖത്താബ് പേര് കേട്ട് കഴിഞ്ഞാൽ ഒരു വീരശൂര പരാക്രമിയാണ്. അദ്ദേഹം റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് സല്യൂട്ട് ദ സൈലൻറ്റ് വർക്കർ എന്നാണ്. അദ്ദേഹം KCBയിലെ ഒരു വർക്കറാണ്. അപ്പോൾ വെളിച്ചം നൽകുന്ന മഹാൻ എന്നാണ് ഞാൻ ഇദ്ദേഹത്തെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാവരും ഇരുട്ടിൽ വീഴുന്ന സമയത്തും അത് രാപ്പകൽ അധ്വാനിച്ചുകൊണ്ട് മനുഷ്യന്മാർക്ക് എപ്പോഴും വെളിച്ചം നൽകാൻ ഈ KCB വർക്കേഴ്സ് ചെയ്യുന്ന അധ്വാനം ചില്ലറ എന്നല്ല. അപ്പം സല്യൂട്ട് ദ സൈലൻറ്റ് വർക്കർ എന്നുള്ള സംഭവം ആസിഫ് ജിയാണ് പൊന്നാട അണിയിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പാവം മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ബിഗില് എന്ന് വെച്ച് കഴിഞ്ഞാൽ JCIയിൽ ജോയിൻ ആവാൻ താല്പര്യമുള്ളവരെയൊക്കെ ജോയിൻ ആയിക്കോളൂ. നമ്മുടെ വെട്ടത്തൂർ ഇതിൻ്റെ ഫീ വരുന്നത് 3000 ആണ്. ഈ 3000 ഒരു വർഷത്തിൻ്റെ പേയ്മെൻ്റ് ആട്ടോ. പക്ഷെ അതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇപ്പോൾ നമ്മുടെ ടോക്കൺ ഓഫ് ലവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ZPക്ക്, പിന്നെ അതുപോലെ ZBPക്ക്, പിന്നെ അതുപോലെ തന്നെ ഗസ്റ്റ് ഓഫ് ഓണർ നമ്മുടെ ഹിതേഷ് ജെയിനൊക്കെ നമ്മുടെ അപ്രീസിയേഷൻ ടോക്കൺ ഓഫ് ലവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് JCI എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ എന്നാണ്. ഇതൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തും JCI ഉണ്ട്. അപ്പോൾ നിങ്ങൾ JCI മെമ്പർ ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇൻ്റർനാഷണൽ മെമ്പറാണ് എന്ന് പറയാം. ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. പിന്നെ ഗൈസ്, ഞാൻ പറയാൻ വിട്ടുപോയൊരു സംഭവം, ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ലോഡ്സ് ഓഫ് ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളത്. ഇപ്പോൾ വന്നത് ആരാന്നറിയോ? ഫവാസ് മുസ്തഫ. ഇദ്ദേഹം കഴിഞ്ഞ വർഷത്തെ ZP കാൻഡിഡേറ്റ് ആയിരുന്നു. അപ്പം അദ്ദേഹം ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ ലോമിലെ പരിപാടികളൊക്കെ വീക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി വന്നതാണ്. അപ്പം നമ്മുടെ ആസിഫ് ജിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് മുസ്തഫാണ്. മുസ്തഫ അല്ലേ കൈസ, എന്തായിരുന്നു ഡോക്ടർ. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ പറഞ്ഞത്, എന്താണെന്നറിയില്ല, മറവിൻ്റെ അസുഖമുണ്ട്. എന്താ ചെയ്യുക, വയസ്സ് വളരെ ചെറുതാണെങ്കിലും ഒന്നുമില്ല, വയസ്സ് വളരെ ചെറുതാണെങ്കിലും ഓർമ്മകൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഫവാസ് മുസ്തഫ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ്. അങ്ങനെ അടുത്ത ആളുകൾക്കുള്ള ഗിഫ്റ്റുകളും സംഭവങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ ടേബിളെ ചുറ്റിക കണ്ട് ഞെട്ടണ്ട കേട്ടോ. അത് ആരും തല തല്ലി പൊട്ടിക്കാനൊന്നും ഉള്ളതല്ല. അതൊക്കെ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ കിട്ടുന്ന പവറാണത് ഗൈസ്. നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, മറ്റേ ലോക്സഭ രാജ്യസഭയിലേക്ക് സ്പീക്കറിൻ്റെ കയ്യിലൊക്കെ ഇതുപോലത്തെ ഓരോ ഗുണാൻഡ്രിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ.
അപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഐ തിങ്ക് സോ. ഇനി ഇല്ലെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യൂ ഗൈസ്. അടുത്തത് ഇനി JC പിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. JCI പിന്ന്. ഈ ചെക്കനുണ്ടല്ലോ, ഓന് ഞാൻ പണ്ടേ നോട്ടിട്ടതാണ്. ഓൻ ഇപ്പം തന്നെ JFM ആയിട്ടുണ്ട്. JFM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈറ്റിലാണ്. അതായത് 5000 രൂപ JCI ഡൊണേഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് JFM ടൈറ്റിൽ കിട്ടും. ഇപ്പം എൻ്റെ പേര് JFM സഹലാണ്. ഞാൻ പോലും JC ആണ് ഗൈസ്. ഞാൻ പോലും എന്ന് പറയുമ്പോൾ ഞാൻ എന്തോ വലിയ ഭീകരജീവി ആയതുകൊണ്ടൊന്നല്ല കേട്ടോ ഞാൻ പറയാം. അപ്പോൾ JFM 5000 രൂപ കൊടുത്താൽ നമുക്ക് JFM ടൈറ്റിൽ വാങ്ങിക്കാം. അത് ലൈഫ് ലോങ് ടൈറ്റിലാണ്. ആ ഒരു പൈസ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ടുണ്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ JC എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്കും കൂടിയാണ്. പിന്നെ ഞാനൊക്കെ ഇതിൽ ഈ ലാഡറിൽ നോക്കിക്കാണുന്ന ട്രെയിനിങ് ആണ് കേട്ടോ. ഞാൻ മെയിനായിട്ട് ട്രെയിനിങ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ സൗഹൃദങ്ങളുണ്ട്, പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സൈഡ് മാത്രം. എൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ് ആണ്. എനിക്കൊരു വലിയ ട്രെയിനർ ആവണം ഗൈസ്. JCIയിലൊരു നാഷണൽ ട്രെയിനർ ആവണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. നടക്കുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഭീകര രൂപിണിയായി ഇരിക്കുന്നത്. വിശപ്പ് കൊണ്ടാട്ടോ, നോമ്പാണ് ഗൈസ്. ഒരുപാട് സന്തോഷം. കാരണം 2021 JCI പൂങ്കാവനം കണ്ടെത്തുന്നത് നടന്നത്. അങ്ങനെ നമ്മുടെ ഫവാസ് ജി, നമ്മൾ പ്രോഗ്രാം തീരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫവാസ് ജി ഒരുപാട് ദൂരെ നിന്ന് വന്നതാണ്, നമ്മുടെ ലോമിന് ആശംസകളൊക്കെ നൽകാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇതാണ് ഗൈസ് എനിക്ക് കിട്ടിയ പിന്നെ ഇത് JC ലോ സെക്രട്ടറി പിന്നാണ് കേട്ടോ. സെക്രട്ടറിക്ക് വേറെ പിന്നുണ്ട്, പ്രസിഡന്റിന് വേറെ പിന്നുണ്ട്, ട്രഷറർക്ക് വേറെ പിന്നുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ പിന്നുകളുണ്ട്. അപ്പോൾ ആ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഇത് വോട്ട് ഓഫ് താങ്ക്സ് ആണ് കേട്ടോ. വോട്ട് ഓഫ് താങ്ക്സ് നമ്മുടെ ട്രഷററാണ് പറയുന്നത്, ഹമീദ് ക ട്രഷററാണ് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത്. ഇതോടുകൂടെ നമ്മുടെ പരിപാടിക്ക് തിരശ്ശീല വീഴും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രോഗ്രാം. അടിപൊളിയായിരുന്നു. പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമായി. കാരണം കുറേ ആയി ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ എല്ലാവരും ഒത്തുകൂടിയിട്ട്. അപ്പോൾ ഇതൊരു ഒത്തുകൂടലും കൂടിയായിരുന്നു, ഒത്തുകൂടലിൻ്റെ രസം കൂടെ. മൈ ഡിയർ ഗോയ്സ്, അത് കഴിഞ്ഞതിന് ശേഷം ദേശീയഗാനം പറഞ്ഞ് അവസാനം എല്ലാവരും ദേശീയഗാനം പാടി എല്ലാവരും പിരിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കെട്ടിയോനും കുട്ടികളും ഉമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട ഗോയ്സ്, ഇവരെ ഉറങ്ങിയായിരുന്നു വീട്ടിൽ. എൻ്റെ പരിപാടി ഒന്നും കണ്ടില്ല. അപ്പം ഞാൻ പറയാൻ മറന്നു, എൻ്റെ തലയിൽ വീണ വലിയൊരു കിരീടം സെക്രട്ടറിയുടെ കിരീടമായിരുന്നു. അപ്പോൾ ഇനി മുതൽ ഞാനൊരു റെസ്പോൺസിബിൾ ആളാകണം എന്നാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാനാണെങ്കിൽ ഒരു കുഴി മടിച്ചിയാണ്. ആ മടിച്ചിയായി ഞാൻ തന്നെ സെക്രട്ടറി ആവണം എന്നുള്ളത് ദൈവനിമിത്തമായിരിക്കാം. എൻ്റെ മടിയൊക്കെ മാറി ഒന്ന് ഉഷാറാകണം എന്നൊക്കെ പഠിച്ചോൻ തോന്നുന്നുണ്ടാവും. പഠിച്ചോനെ മാറിയാൽ മതിയായിരുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇനി നോമ്പ് തുറക്കാൻ നിമിഷങ്ങൾ മാത്രം. അങ്ങനെ ഗൈസ് വിശന്ന് പണ്ടാരമടങ്ങി ഞാൻ 5-6 ഗ്ലാസ് ജ്യൂസും ഒരുപാട് സ്നാക്സും കഴിച്ച് എൻ്റെ പശി അങ്ങോട്ട് അടക്കി എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ഫുഡിൻ്റെ പരിപാടി. ഇവൻ്റെ കൈ നോക്കട്ടെ, എന്താ കുത്തി വരഞ്ഞിക്കണ കയ്യിൽ നിറച്ച്. എന്താ കാര്യം വാച്ച് വരഞ്ഞെന്താണ്? ഒറ്റക്ക് വരച്ചതാ? മൈ ഡിയർ മുത്തുമണീസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ്. നല്ല ചിക്കൻ ബിരിയാണി, അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, പൊളിച്ച ടേസ്റ്റ്. അപ്പോൾ വെട്ടത്തൂരിൻ്റെ പരിപാടിക്ക് വരാത്ത ആളുകളൊക്കെ ഇത് കണ്ട് ആസ്വദിക്കുക. കാരണം തിന്ന് ആസ്വദിക്കാനുള്ള ഭാഗ്യം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി കണ്ട് ആസ്വദിക്കുക. അപ്പോൾ JCI വെട്ടത്തൂരിലൊക്കെ ജോയിൻ ആകാൻ താല്പര്യമുള്ളവരൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും കണക്ട് ചെയ്ത് തരാം. ഇതാണ് നമ്മുടെ ബിരിയാണി ചെമ്പ്. അപ്പോൾ അതൊക്കെയാണ് ഗൈസ്. എല്ലാ ഡെവലപ്മെന്റ് മാനേജ്മെന്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓർഗനൈസേഷനിലെ LGB മെമ്പേഴ്സിനുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് ഫുഡ് കഴിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ ആസിഫ് ജി പറഞ്ഞത് ഇവിടെ നിൽക്കുവരെ 15 മിനിറ്റ് ട്രെയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതും കൂടെ തീർന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെ നിന്നു. അങ്ങനെ LDMT ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. എന്തൊക്കെയാണ് ഒരു സെക്രട്ടറി ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് LGB മെമ്പേഴ്സ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്, ഇതൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മുടെ പരിപാടി അവസാനം കണ്ട് തീരുകയാണ്, തിരശ്ശീല വീഴുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വ്ളോഗർ കുഞ്ഞിപ്പാത്തു തൽക്കാലം നരേശൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പം ശരി ഗായ്സ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. See you in the next video. Bye bye.